എല്ലാരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായിരുന്നത് ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കാൻ സീരിയസ്ലി നോണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് ഒന്ന് ഭയങ്കര ബോഡി ഭയങ്കര വീക്ക്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോക്ക് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസും റീൽസും ഇങ്ങനെ ജാസി ആഷിയുടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം വെറുപ്പിക്കലാണിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സംഭവം ജാസി ഒരു കമ്മ്യൂണിറ്റിയൊക്കെ തന്നെയാണ്. സെലിബ്രിറ്റി ആയ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയാം. മീഡിയക്കാർ ഇങ്ങനെ ബാക്കിൽ നടക്കുകയാണ് വരെ. അപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത ഇങ്ങനെ കാണുന്നുണ്ട്. ജാസി ഗർഭിണിയാണ് എന്നുള്ള വാർത്തകൾ ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ റീൽസും വീഡിയോസും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ സത്യമാണോ ജാസി ഇപ്പോൾ അവരൊക്കെ ഫേമസ് ആൾക്കാരല്ല. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടാവാം, ഗർഭിണിയാവാം, കുട്ടി ഉണ്ടാവാം എന്നുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കട്ടെ, പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. ഉള്ളത് പറയാലോ, ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഒരു സംഭവമേ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം വിവരമുള്ള ആൾക്കാർ മനസ്സിലാക്കുക. അത്രക്കുള്ള ടെക്നോളജിയൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ട്രാൻസ്ജെൻഡേഴ്സിന് കുട്ടികൾ ഡയറക്റ്റ് ഉണ്ടാവാനുള്ള വഴികളൊന്നും എൻ്റെ അറിവിൽ ഡയറക്റ്റായിട്ട് വഴി എൻ്റെ അറിവിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഭാവിയിൽ ഇനി കണ്ടുപിടിക്കുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടെ, ചിലപ്പോൾ കണ്ടുപിടിക്കാം. ഇപ്പം നിലവിലത്തെ സാഹചര്യം 2025 ഇപ്പോൾ ഡിസംബറായി, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇതിൻ്റെ പിന്നാലെ പോകേണ്ടെന്ന് ഒറ്റ കാര്യമാണ്. മൈക്കും മേടിച്ച് പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂസ് ഇട്ടാനായിരിക്കും കേട്ടോ, വാർത്ത ഇട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കി കഴിച്ചുള്ള ബാക്കിൽ. പക്ഷെ ഉള്ള കാര്യം നമ്മൾ പറയണല്ലോ, അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എവിടെ വേണേൽ നോക്കിക്കോ, കണ്ടുപിടിച്ചിട്ടില്ല. ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഓൾക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടാനും, അതായത് ഈ ജാസി ആഷിക്കൊക്കെ പബ്ലിസിറ്റി കിട്ടാൻ കുറച്ച് ആളാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും റീൽസൊക്കെയാണ് ഇതൊക്കെ. അല്ലാതെ ഒരു തേങ്ങയല്ല. ഇതിനോടൊന്നും യോജിക്കാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവുമായിരിക്കും. കുട്ടികൾ ഉണ്ടാവണം ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല. ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ജാസി ഒരു ഷോയിൽ കയറിയിട്ട് മൈക്കിൽ എന്തോ പറയുന്ന ഡയലോഗ് ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതിൽ പറയുന്നുണ്ട് പ്രഗ്നൻ്റ് ആവാൻ പോകുന്നു, പക്ഷെ ഞാനല്ല എന്ന് പറയുന്നു. അമ്മയാവാൻ പോകുന്നു, ഞാനല്ല, പിന്നെ ആരാ? അപ്പോൾ അതെന്താന്ന് പറയാ, സറഗസിയോ അഡോപ്ഷനോ അങ്ങനെയുള്ള അല്ലാതെ എന്ത് സാധ്യത ഇതിലുള്ളത്? കുട്ടി ആകാശത്ത് നിന്ന് പൊട്ടി മുളക്കൊന്നുമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്താണ് സാധ്യത? അതെന്നാ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അന്തസ്സുണ്ട് അത് കേൾക്കാൻ. അല്ലാതെ കോപ്രായങ്ങൾ കാണിക്കാണ് നല്ലത്, ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോവാണ് എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ, സത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ കൈയടിക്കേണ്ടടുത്ത് കൈയടിക്കും. അതിന് അന്തസ്സുണ്ട്, മാന്യതയുണ്ട്. അല്ലാതെ ഇല്ലാത്ത നുണ പറഞ്ഞുണ്ടാക്കിയാണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആകാൻ പോവാണ് പറഞ്ഞ് വയറും വീർപ്പിച്ച കുറേ വീഡിയോസും റീൽസും, അയ്യോ അത് ഇത് ഞാൻ മറ്റേ ലേഹ്യം വാങ്ങിച്ച എന്താ ആടുലേഹ്യോ എന്തോ ലേഹ്യത്തിൽ പറഞ്ഞു, ആടുലേഹം വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെന്താ എന്തൊക്കെയോ കടന്ന് ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്യണതിൻ്റെ റീൽസ്. പിന്നെന്താ മറ്റവൻ ചോറ് വാരി കൊടുക്കുന്നു, ആശി ചോറ് വാരി കൊടുക്കുന്നു, വേദം പിടിച്ച് കിടക്കുന്ന കുറേ വീഡിയോ. ഇതൊക്കെ ഇട്ട് ആൾക്കാരെ വെറുതെ ഇതാക്കിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ രസമായിരിക്കും അല്ലേ? ഇതൊക്കെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ്. തുറന്നടിച്ചൊരു കാര്യം ഉള്ളതുപോലെ പറയുന്നതിൽ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ അംഗീകരിക്കുന്ന കുറച്ച് ഈ ട്രാൻസിനെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ അംഗീകരിക്കുന്ന ആൾക്കാരെ വെറുപ്പിക്കുന്ന പരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഉള്ളതുപോലെ പറയാമല്ലോ. ഇതിൻ്റെ മുമ്പ് 2000 വർഷം എനിക്ക് ഓർമ്മയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ട്രാൻസ് കപ്പിൾസ്, ഫേമസ് ട്രാൻസ് കപ്പിൾസ്, ആദ്യത്തെ ട്രാൻസ് കപ്പിൾസ് എന്നൊക്കെ പറയാം. അവരുടെ വീഡിയോ എപ്പോഴും ഉണ്ടാകും ചിലപ്പോൾ യൂട്യൂബിൽ അവിടെയും ഇവിടെയൊക്കെ. ഒരു ഇതേപോലെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, അമ്മയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ട്രാൻസ് വുമണാണ് പറഞ്ഞത്, സപ്പോർട്ട് ചെയ്യാൻ ഭർത്താവ് ട്രാൻസ്മെന്നും. അമ്മയാൻ പോവുകയാണ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കൂടെ പറ്റിച്ച് മീഡിയക്കാർ അവരെ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ എടുക്കുന്നു, അവിടുന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നു, ഇവിടുന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നു, അവരങ്ങോട്ട് പൊക്കി. പിന്നെ എല്ലായിടത്തും പോയി അവരെ വാർത്തയായി. ന്യൂസ് ചാനലിൽ അവിടെയും ഇവിടെയും റീൽസും എല്ലാം തന്നെ. എന്നിട്ടിപ്പോൾ എന്തായി? അതിൻ്റെ എന്തെങ്കിലും ഇതുണ്ടോ? കുട്ടി പ്രസവിച്ചോ, കുട്ടി ആയോ?
ഒന്നുമില്ല. ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ. ഇതുപോലത്തെ ആൾക്കാരൊക്കെ എന്തിനാണ് തടി വെച്ച് കൊണ്ടു നടക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് ഇവരൊക്കെ തടി കയറ്റി നടക്കേണ്ട ആവശ്യം? ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് പറ്റിച്ച് നുണ വർത്താനം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് നിങ്ങൾ തലി കൊണ്ട് ഏറ്റി നടക്കേണ്ട ആവശ്യം? ഇതൊക്കെയാണ് വെറുപ്പിക്കാന്ന് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിറ്റി ആൾക്കാർ ഉള്ളം കൂടി ഇല്ലാതാക്കുന്ന പരിപാടിയാണ് അതൊക്കെ. അത് അംഗീകരിക്കുന്ന ആൾക്കാരും കൂടെ അവരോട് ഒരു ദേഷ്യവും പുച്ഛയും നുണ പറയുന്നുണ്ട്. എന്തിനും നുണ വർത്താനം അറിയോ? എനിക്ക് ഒന്നാമത് കമ്മ്യൂണിറ്റി ഇഷ്ടമില്ലാത്തൊരു കാരണം ഭയങ്കര നുണയാണ്. പൊങ്ങച്ചും നുണയും കഴിഞ്ഞിട്ടുള്ളവർക്ക് എന്തും. കമ്മ്യൂണിറ്റിക്കുള്ളൊരു സ്വഭാവം എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയില്ല, അതിൽ ഭൂരിപക്ഷം ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര നുണയിക്കണേ. ട്രാൻസ്ഫോമൻസ് ആണ് കൂടുതൽ നുണ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര നുണ. അത് ഇല്ലാത്ത കാര്യം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ചന്ദ്രനിലെ അമ്പിളിയമ്മാനെ നമുക്ക് കൈ പിടിക്കാൻ പറ്റുമെന്നേ അവർ പറയും. അങ്ങനത്തെ ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് കഥകൾ. അപ്പം ഇതുകൊണ്ട് എനിക്ക് എല്ലാവരും ഇങ്ങനെ ഞാൻ പറയുകയാണ്, എടുത്ത് പറയുകയാണ് എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, പക്ഷേ അധികം ഇങ്ങനെയാണ്. അങ്ങനത്തെ നുണച്ചികളാണ് കൂടുതലുള്ളത്. നുണച്ചികളെന്നേ പറയാൻ പറ്റുള്ളൂ. നുണച്ചികൾ അതിന് സപ്പോർട്ട് ചെയ്യണ കുറച്ച് ട്രാൻസ്ഫോമന്മാരും നുണയന്മാരും ഉണ്ടാവും കൂടെ. അതായത് ബാക്കിൽ സാരിയും തുമ്പ് പിടിച്ച് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇതിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതിന് എത്ര കൊമ്പത്തെ ട്രാൻസ്മെൻ ആണെങ്കിലും ഇനി എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും വലിയ ആളാണെങ്കിലും ശരി, പറയാനുള്ള കാര്യം മുഖത്തടിച്ച് തന്നെ പറയും. പറയാനുള്ളത് ഒരു മീഡിയൻ്റെ മുന്നിലും മറച്ചു വെച്ച് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നമ്മളാരെയും ചിലവിലൊന്നല്ല ജീവിക്കണം. ഇവരാരും ചിലവിലാണ് നമുക്ക് ജീവിക്കണത്, അല്ലല്ലോ. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും, കാണുന്ന കാര്യമുള്ളത് തന്നെ പറയും. കാരണം ഈ കാണിക്കണ ഇതൊക്കെ വേസ്റ്റാണ്. ആൾക്കാരെ പറ്റിക്കുക, ആൾക്കാരെ കണ്ണിൽ പൊടിയിടുക എന്ന് പറയാം. അതായത് ആൾക്കാരെ അങ്ങോട്ട് പറ്റിച്ച. നിങ്ങൾക്ക് അന്തസ്സായിട്ട് പറഞ്ഞൂടെ എനിക്ക് കുട്ടി ഉണ്ടാകാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ അഡോപ്റ്റ് ചെയ്യണം, നല്ല കാര്യം, ആൾക്കാർ കൈയടിക്കും. എവിടെയെങ്കിലും കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുക, കുട്ടിക്കൊരു ലൈഫ് കൊടുക്കുക, അല്ലെങ്കിൽ ആരില്ലാത്ത ഒരാൾക്ക് അല്ലപ്പോൾ എവിടെയെങ്കിലും അനാഥാലയത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കുട്ടീനെ ദത്തെടുത്ത് വളർത്തണം, നല്ല കാര്യമാണ്. അതിന് സന്തോഷമുള്ളൂ. നിങ്ങൾ ഇത്രയും സെലിബ്രിറ്റി ആൾക്കാരല്ലേ, അപ്പോൾ ആ കുട്ടിക്കൊരു ജീവിതം കിട്ടുകയല്ലേ, ആ കുട്ടീൻ്റെ ജീവിതം നല്ലതായിരിക്കും. അല്ലെങ്കിൽ സർഗസി, അതും നല്ല കാര്യമാണ്. രണ്ട് ഇതാണ്, ഒരാൾക്ക് സഹായമായി ഒരു കുട്ടിയായി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുറന്നടിച്ച് പറയ്, അതിന് സപ്പോർട്ട് ചെയ്യുക. കൈയടിക്കാൻ നമ്മളുണ്ട്, മുന്നിലിരിക്കും, നമ്മളും ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനത്തെ ഓരോ ഫേക്ക് ന്യൂസും കൊണ്ടുവന്നാണ്ട് വയറും വീർപ്പിച്ചാണ്ട് ഞാൻ അമ്മയാൻ പോകുന്നു എങ്ങനെ സാധിക്കുന്നത്? എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ അമ്മയാൻ പറ്റുക? ഗർഭാത്ര ആർട്ടിഫിഷ്യൽ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കോംപ്ലിക്കേറ്റഡാണ് സംഭവങ്ങൾ മൊത്തം. ഇൻറ്റേർണലായിട്ടുള്ള ഓവറീസോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്ത എങ്ങനെ അത് സാധിക്കും? നിങ്ങൾ വിചാരിച്ച പോലെ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണത്? ഇതൊന്നും ഒരിതല്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാണിച്ചു കൂട്ടണമൊക്കെ ഒരു സ്ത്രീത്വത്തെ അല്ലെങ്കിൽ ഇങ്ങനെ അമ്മയാകാൻ പോകുന്ന ഒരു വ്യക്തിയെ കളിയാക്കുന്ന പോലത്തെ കാണിച്ചു കൂട്ടലാണ് ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ ചെയ്തിട്ടുള്ളത്. അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ ഈ ഇത് കാരണം. പറയുമ്പോൾ ഞങ്ങൾക്ക് അമ്മയാവുള്ള ഒടുക്കത്തെ ആഗ്രഹം എന്ന് പറയും. അതൊന്നുമല്ല, നിങ്ങൾ അതിനെ കളിയാക്കുന്ന എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് പറഞ്ഞൂടെ, എനിക്ക് കുട്ടി ഇഷ്ടമാണ്, കുട്ടി വേണം, എനിക്ക് അമ്മയാകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇന്നൊരു മാർഗം സ്വീകരിച്ചിട്ട് ഞാൻ കുട്ടിയെ ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുട്ടിയെ എടുത്തിട്ടുണ്ടെന്ന് പറയണം. അതിലാണ് അന്തസ്. കമ്മ്യൂണിറ്റിയുടെ മുഖത്ത് തന്നെ കരിവാരി തേച്ച്, അതായത് നമ്മുടെ മുഖത്ത് തന്നെ ചാണകം വാരി തേച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ മുന്നിൽ ഇങ്ങനെ ചിരിച്ച് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ. അതായത് നമ്മൾ തന്നെ നമ്മളെ മുഖത്ത് ഇങ്ങനെ തേക്കുക. മനസ്സിലായോ? ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഇതിനെ കൈയടിക്കാൻ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ആൾക്കാരും പിന്നെ വേറെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും അല്ലേ? എന്താല്ലേ, എന്ത് തോന്നിയാസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ആൾക്കാർ. അതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി. ഇവരൊക്കെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന കുറച്ച് കമ്മ്യൂണിറ്റിയും മീഡിയക്കാരുമാണ്. അതെനിക്ക് പറയാനുള്ളൂ. ഇവർക്ക് മീഡിയക്കാരൊരു വേണ്ട കാര്യമില്ല, ഓൾക്ക് വാർത്ത കിട്ടണമല്ലോ. എവിടെന്നെങ്കിലും ഒരു വാർത്ത കിട്ടിയാലല്ലേ അതിൻ്റെ ബാക്കിൽ നടന്നാൽ ഓൾക്ക് കുറച്ച് വ്യൂസ് കിട്ടുള്ളൂ, അതിന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കുറച്ച് പരസ്യം കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടാൻ കുറച്ച് സംഭവങ്ങൾ. സോറി കേട്ടോ, എനിക്ക് സുഖമില്ല, അതുകൊണ്ടാണ്. പിന്നെ കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് ഇതേപോലെ തന്നെയാണ്. വളർത്തിയെടുത്താലല്ലേ ഓൾക്ക് കുറച്ച് ഇതുണ്ടാവുള്ളൂ, ഇതിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബാക്ക് നടക്കുന്ന ബിസിനസ്. ഇതൊക്കെ തന്നെയാണ് നമുക്കറിയാലോ, നമ്മളതൊക്കെ കണ്ടല്ലോ ഇവിടെ വന്നത്. കുറേ ബിസിനസ് നടക്കുന്നത് ബാക്കിൽ. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വളരെ വളരെ ലജ്ജാവഹം, വളരെ മോശം, അപമാനിക്കലാണ്. സ്ത്രീകൾ അപമാനിക്കലും മറ്റുള്ള കമ്മ്യൂണിറ്റി ആൾക്കാർ അപമാനിക്കലും മൊത്തത്തിൽ എന്താ പറയുക, നിങ്ങൾ ഈ
കബളിപ്പിക്കുക ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ ജാസിയെ മാത്രമല്ല കേട്ടോ, ഇതിന് മുമ്പ് പ്രസ്താവന ഇറക്കിയ ആൾക്കാരോടും കൂടിയാണ് പറയണത്. ഞാനിപ്പോഴും ചോദിക്കാൻ റെഡിയാണ്. കുട്ടി എവിടെയുള്ള ക്വസ്റ്റ്യൻ കുറേ വർഷങ്ങളായി ഇതിന് നടക്കണത്. കുറേ ആൾക്കാരെ പറ്റിച്ച് കുട്ടി എവിടെ, ചോദ്യത്തിന് ഉത്തരം പറയും. കുട്ടി എവിടെ, കമൻറ്റ് ചെയ്യൂ. പ്രസവിക്കേണ്ട സമയം കഴിഞ്ഞു. കുട്ടിക്കിപ്പോൾ എൻ്റെ അറിവിൽ കുട്ടിക്കിപ്പോൾ 3 വയസ്സോ 4 വയസ്സോ ആവേണ്ട സമയമായിട്ടുണ്ടാവും. ഇതൊന്നുമില്ല. അതുകൊണ്ട് പറയാ കുട്ടിയാവാൻ പോവുകയാണെന്ന്, പ്രസവിക്കാൻ പോവുകയാണെന്ന്, എന്നിട്ട് അതിൻ്റെ കുറേ സംഭവങ്ങളും. ഉള്ള കാര്യം ഞാൻ ഒറ്റൊരു കാര്യം പറയാം, ഇങ്ങനൊരു ഓപ്ഷനേ ഇല്ല. നിലവിൽ സർജറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ട്രാൻസ്മെനും ഉണ്ട്. ഹോർമോൺസ് എടുക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഓക്കെ, ഈ 2 ഓപ്ഷൻസ് നിലവിലുണ്ട്. ഇതിൽ കുട്ടി ഉണ്ടാവുക എന്നുള്ള ഓപ്ഷൻ അത് നമുക്ക് ഡയറക്റ്റായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ട്രാൻസ്മെൻ ആണെങ്കിലും ട്രാൻസ്വുമൺ ആണെങ്കിലും ഇൻഡയറക്റ്റ് വഴിയിലൂടെ മാത്രമേ കുട്ടി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതായത് പല ഓപ്ഷൻസ് ഉണ്ട്, സറോഗസി, അഡോപ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഇൻറ്റേർണലി സംഭവങ്ങൾ എടുത്തിട്ട് അതും നമുക്ക് സറോഗസി വഴി ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അങ്ങനെ പല ഓപ്ഷൻസും ഇൻഡയറക്റ്റ് വേ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇൻഡയറക്റ്റ് വേ നമുക്ക് നമ്മുടെ ബ്ലഡിലുള്ള കുട്ടിയെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പല ഓപ്ഷൻസ് ഉണ്ട് അതിൽ. അതായത് ഇപ്പം എനിക്കൊരു കുട്ടി വേണം, സപ്പോസ് എനിക്ക് എൻ്റേതായ ബ്ലഡിൽ എനിക്ക് കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് പല ഇൻഡയറക്റ്റ് വേയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഓക്കെ, സറഗസി ഉണ്ട്, അതുപോലെ അഡോപ്ഷൻ്റെ കാര്യം തന്നെ ട്രാൻസ് അഡോപ്ഷൻ സാധ്യമാകുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, അതെങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. അല്ലാതെ കുറേ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുക എന്നല്ലാതെ എന്താ അതിനൊക്കെ പറയാൻ പറ്റുക, അല്ലേ? ട്രാൻസ്മെൻ ആൾക്കാർ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവരെ വൈഫിൽ അവർ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അവർ എടുത്ത IVF ഓപ്ഷൻസാണ്. IVF ഓപ്ഷൻ വഴി കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇൻഡയറക്റ്റ് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഡയറക്റ്റ് ട്രാൻസ്വുമൺ ഗർഭിണിയാവുക എന്നുള്ളത് പറയുന്ന ഓപ്ഷൻസൊക്കെ വെറും ഫേക്കാണ്. ഫേക്കായിട്ടുള്ള കാര്യത്തെ നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് സുഹൃത്തുക്കളെ. എനിക്കതേ പറയാനുള്ളൂ. അവരെ സത്യം പറഞ്ഞാൽ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കുക. അതിനെ പൂർണ്ണമായിട്ടും എതിർക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. എങ്ങനെ എന്ത് പോയാലും സാധിക്കുന്ന കാര്യമല്ല. എത്ര പൈസ ഉണ്ടെങ്കിലും ഒന്നും സാധിക്കുന്ന കാര്യമല്ല. ഇതൊന്നും നടന്ന ചരിത്രമല്ല. ഇപ്പോൾ ചൈനയിലൊരു വാർത്ത ഉണ്ട്. ചൈനയിൽ പുരുഷന്മാരിൽ പ്രഗ്നൻ്റ് ആവാൻ പറ്റും എന്നൊക്കെ പറയും. ഇതൊക്കെ വെറും വാർത്തകളാണ്. ഇതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പം എനിക്കും നാളെ ഒരു വാർത്ത ഇറക്കിക്കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട്? ഇതൊന്നും പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. സയൻറ്റിഫിക്കലി ഇതൊന്നും തെളിയിച്ച കാര്യങ്ങളല്ല. ഒരു വാർത്ത ഇങ്ങനെ ഇറക്കി വിടുകയാണ്. അപ്പോൾ ഇതിന് പല വാർത്തകൾ നമ്മൾ കാണും, പക്ഷേ ഇതൊന്നും സത്യമല്ല. ഞാൻ എത്ര വാർത്ത ഡെയിലി കാണുന്നുണ്ട്, ഒരുപാട് വാർത്ത കാണുന്ന ആളാണ്. ഇതിൽ ഒരുപാട് നോൺസെൻസ് വാർത്തകൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കരുത്. ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് പറയാണ് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യരുത്. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതെന്നേ പറയാനുള്ളൂ. അവരൊക്കെ അത് നിങ്ങളെ ലിസ്റ്റും തട്ടിക്കളിയുക, നിങ്ങളെ ഫ്രണ്ട് ലിസ്റ്റും തട്ടിക്കളിയുക.